മകരവിളക്ക് ദർശനത്തിന്റെ പുണ്യം തേടി ഭക്തലക്ഷങ്ങൾ. സന്നിധാനത്തും മകരവിളക്ക് ദൃശ്യമാകുന്ന വിവിധിടങ്ങളിലും വലിയ ഭക്തജന തിരക്കാണ്. അല്പസമയത്തിനകം സന്നിധാനത്ത് മകരസംക്രമ പൂജ നടക്കും. ആചാരപരമായ വരവേൽപ്പേറ്റുവാങ്ങി 6 മണിയോടെ തിരുവാഭരണ ഘോഷയാത്ര സന്നിധാനത്തെത്തും. തുടർന്ന് തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധന നടക്കും. ദീപാരാധനാ സമയത്ത് പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിയും. വിവരങ്ങളുമായി ശ്രീകുമാരൻ ഒപ്പം MG പ്രതീഷും സന്നിധാനത്ത് ചേരുന്നുണ്ട്. പമ്പയിൽ നിന്ന് ഷിജു കുര്യനും ആദ്യം MG പ്രതീഷിലേക്കാണ്. പ്രതീഷ്, ഈ മകരസംക്രമ പൂജ അതിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായല്ലോ, ആരംഭിച്ചു കഴിഞ്ഞു. എന്തൊക്കെയാണ് വിവരങ്ങൾ പ്രതീഷ്? ഉന്മേഷ, ശബരിമല സന്നിധാനത്ത് അല്പസമയത്തിനകം മകരസംക്രമ പൂജ ആരംഭിക്കും. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ ശബരിമല ശ്രീകോവിലിൽ ആരംഭിച്ചിട്ടുണ്ട്. 2:50 ശബരിമല നട തുറന്ന് 3:08 മകര സംക്രമ പൂജ ശബരിമലയിൽ നടക്കുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ ശ്രീകോവിലിന് സമീപത്തുണ്ട്. ക്ഷേത്ര മേൽശാന്തിയുടെയും ക്ഷേത്ര തന്ത്രിയുടെയും കാർമ്മികത്വത്തിലാണ് മകരസംക്രമ പൂജ നടക്കുന്നത്. ഈ കവടിയാർ കൊട്ടാരത്തിൽ നിന്ന് എത്തിച്ച നെയ്യാണ് മകരസംക്രമ പൂജയ്ക്ക് ഈ ചടങ്ങിലായി ഉപയോഗിക്കുന്നത്. ഏകദേശം അരമണിക്കൂറോളം നീണ്ടു നിൽക്കുന്നതായിരിക്കും ഈ ചടങ്ങ്. 3:08 മകരസംക്രമ ചടങ്ങുകൾ ഇവിടെ ശബരിമല സന്നിധാനത്ത് ആരംഭിക്കും. ഒപ്പം മകരവിളക്കിനുള്ള എല്ലാ ഒരുക്കങ്ങളും, എല്ലാ ക്രമീകരണങ്ങളും ശബരിമല സന്നിധാനത്ത് പൂർത്തിയായി. പ്രതീക്ഷാണ് ഇപ്പോൾ ശബരിമല സന്നിധാനത്തെന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അവിടെ മകര സംക്രമ പൂജയ്ക്ക് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.